നിൽക്കുമ്പോഴാണ് PK ശശി പാർട്ടി വിട്ട വെറും ശശി. അത്രേ ഉള്ളൂ. എന്ത് പറ്റിയടാ? CPIM-നെ വെല്ലുവിളിക്കാൻ, CPIM-നോട് ഏറ്റുമുട്ടാനുള്ള കരുത്തും കെൽപ്പുമൊന്നും ഒരു 4 പതിറ്റാണ്ടിന്റെ ചരിത്രം പറഞ്ഞാലും PK ശശിക്കില്ല എന്ന് PK ശശി മനസ്സിലാക്കിക്കോ. എന്താ ഉറക്കം വരുന്നു? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ 4 പതിറ്റാണ്ട് കാലം ഈ നാട്ടിലെ സഖാക്കളെ ചോര കുടിപ്പിച്ച, ഈ നാട്ടിലെ സഖാക്കളെ തമ്മിലടിപ്പിച്ച് നിങ്ങൾ നടത്തിയിട്ടുള്ള സകല നെറികേടുകളും ഞങ്ങൾ പുറത്തിക്കിടും. എന്തു വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. പഞ്ചഭാവോ അങ്ങനെ ഞങ്ങൾ പുറത്തേക്കിടാൻ തീരുമാനിച്ചാൽ PK ശശിക്ക് പുറത്തിറങ്ങി നടക്കാൻ രാംരാജിന്റെ ഗോഡൌണിലെ മുഴുവൻ മുണ്ടും തലയിലിട്ടാലും തികയാതെ വരും എന്ന് കൂടി ഓർത്തു പോയിക്കൊള്ളണം. പിന്നെന്താ ചെയ്യാ? ഞാനൊരു വഴിയും കാണുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാര്യം പോലും ഞങ്ങൾക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് അതിലൊരു വലിയ സമാധാനമുണ്ട്. കാരണം എന്താ പറയുക, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറഞ്ഞ അപ്പൊ PK ശശിയുടെ തീവ്രത എടുത്തിരുതായിരുന്നു. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഇപ്പൊ 2 തീവ്രതയും ആ ഭാഗത്ത് പോയി അടിഞ്ഞിട്ടുണ്ട്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതുകൊണ്ട് ഇപ്പൊ ചേരേണ്ടത് ചേരും. ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞ കലക്കൽ വിദഗ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് ഒരു പീഡന വീരനെ കൂടി UDF-ന് കിട്ടും. എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം എന്നല്ലാതെ വേറൊന്നും ഇതിൽ ഞങ്ങളല്ല. ഒരു കാലത്ത് നിങ്ങളാണ്, UDF ആണ് ഇത് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ തീവ്രത അളക്കാൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞ മാതിരി കുഞ്ഞാപ്പക്കും അതേപോലെ തന്നെ VD സതീശനും നിങ്ങളെ നേതാക്കൾക്കൊക്കെ നല്ല അവസരം കിട്ടട്ടെ. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കണ്ട കാലം മുഴുവൻ ഈ പാർട്ടിയെ നയിച്ചിട്ടും ഈ പാർട്ടിയിൽ നിന്ന് ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് തികച്ച് 10 പാർട്ടി മെമ്പർമാരെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരുടെ ആർജവം എന്ന് മനസ്സിലാക്കി PK ശശി. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. ഞങ്ങള് ഏതെങ്കിലും പെണ്ണുപിടിയന് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും കൂട്ടുകച്ചവടക്കാരനും കള്ള് കച്ചവടക്കാരനും വേണ്ടിയല്ല, റിയൽ എസ്റ്റേറ്റ് മാഫിയക്ക് വേണ്ടിയല്ല, ഞാൻ ചോദിക്കുകയാണ് ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങള് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. ഈ നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ സംസാരത്തെ ഏത് വാക്കുകൊണ്ട് അധിക്ഷേപിക്കാൻ ശ്രമിച്ചാലും PK ശശിയുടെ അധിക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ മാന്യത വേറുണ്ട്. PK ശശി നല്ലത് പറഞ്ഞാലേ പേടിക്കണ്ടുള്ളൂ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ?